സർക്കാർ അനുവാദമില്ലാതെയുള്ള ഓൺലൈൻ ടാക്സി സർവീസുകൾ പരമ്പരാഗത തൊഴിൽ മേഖലയെ തകർക്കാനാണെന്ന് തൊഴിലാളികൾ. അനുമതിയുണ്ടെങ്കിൽ ഓൺലൈൻ ടാക്സികൾ ഓടുന്നതിന് തടസ്സമില്ല. നിലവിൽ സർക്കാർ നിശ്ചയിച്ച വാടകയിൽ കുറവ് വരുത്തി ഓടുന്നത് യാത്രികർക്ക് താൽക്കാലിക ലാഭമുണ്ടാക്കുമെങ്കിലും ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും തൊഴിലാളികൾ പറയുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള ടാക്സി സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പരക്കെ ചില പ്രഖ്യാപനങ്ങൾ, പ്രചരണങ്ങളൊക്കെ ഓൺലൈൻ ടാക്സിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പരമ്പരാഗത ടാക്സിയുമായി ബന്ധപ്പെട്ടുമൊക്കെ വരുന്നുണ്ട്. അതിൽ ഈ പരമ്പരാഗതമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ടാക്സി ഓടിച്ച് ഉപജീവനം കണ്ടെത്തുന്നവർക്ക് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ ഓൺലൈൻ ടാക്സി തടയും, അതാണ് നിലപാട്? ഇപ്പം ലൈസൻസ് ഇല്ലാതെയാണ് ഓൺലൈൻ ടാക്സി ഓടിക്കുന്നത് എന്നുള്ളത് മന്ത്രിയുടെ പ്രസ്താവന ഉണ്ട്. ഞങ്ങളിപ്പോൾ 8 വർഷത്തോളം കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അർഹതപ്പെടാത്ത ഈ ഓൺലൈനിന് വേണ്ടിയിട്ട് ഞങ്ങൾ കേസ് നടത്തിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം മന്ത്രിയുടെ ഒരു പ്രസ്താവനയോട് നല്ല രൂപത്തിൽ വന്നു, ഈ സാധനത്തിന് ഇവിടെ ലൈസൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളത്. അത് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ സമരത്തിന് ശക്തമായിട്ട് എടുക്കുന്നത്. അത് സംയുക്തമായിട്ടാണ് സമരം ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നത്. ഇതിനിപ്പം ഈ ഓൺലൈൻ ടാക്സി താരതമ്യേന കാശ് കുറച്ചാണ് വാങ്ങുന്നത്, നിങ്ങൾ കൂടുതലാണ് വാങ്ങുന്നതെന്നൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 81 മുതൽ ഇങ്ങോട്ട് ടാക്സി ഓടിക്കുന്ന ഒരാളാണല്ലോ അങ്ങ്, EMSന്റെ നേതാവ് കൂടിയാണ്. ആ കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റും? എന്തുകൊണ്ടാണ് നിങ്ങൾ ഓൺലൈൻ ടാക്സി ഇങ്ങനെ ഓടരുതെന്ന് പറയാനുള്ള കാരണം? ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ടാക്സി മേഖലയിൽ വർഷങ്ങളോളമായി തൊഴിലെടുക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ തൊഴിൽ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ കിലോമീറ്റർ കുറച്ചിട്ട് വാടക വാങ്ങുന്നത്. ഞങ്ങൾ സർക്കാർ അംഗീകരിച്ച സർക്കാരിൻ നിലവിലുള്ള വാടക അല്ലാതെ 1 രൂപ പോലും അധികം വാങ്ങുന്നില്ല. പക്ഷേ ഇവർ വാടക കുറച്ച് വാങ്ങിക്കൊണ്ട് ഞങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള ഗൂഢാലോചനയാണ്. കാരണം ഇത് പല സംസ്ഥാനങ്ങളിലും ഇവർ ഇതേമാതിരി ചെയ്തു. അവിടെ പരമ്പരാഗതമായിട്ട് എടുക്കുന്ന തൊഴിലാളികൾ അവർ തൊഴിൽ നിർത്തിപ്പോയി. ഇതിലിപ്പോൾ പൊതുവെ നിങ്ങളോട് എല്ലാവരോടും കൂടി ചോദിക്കുകയാണ്, എല്ലാവരും കൂടി പറഞ്ഞാൽ മതി. അപ്പം ടാക്സി ആവുന്ന ഘട്ടത്തിൽ ആളുകൾക്ക് സംശയം ഉണ്ടാവും, എല്ലാവരും ടാക്സ് അടയ്ക്കുന്നില്ല, ഇൻഷുറൻസ് അടയ്ക്കില്ല, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രത്യേകത, അവർക്ക് ഓടിക്കൂടെ എന്നുള്ള ചോദ്യമാണല്ലോ ഇപ്പോൾ പൊതുസമൂഹത്തിൽ പൊതുവേ വരുന്നത്. നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? എന്താ നിങ്ങളുടെ? പക്ഷേ സാധാരണഗതിയിൽ ഇവിടെ ഗവൺമെൻറ് ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്, കിലോമീറ്റർ ഇത്ര വെയിറ്റിംഗ് ഇത്രയെന്ന് വെച്ചിട്ട്. അപ്പം ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഗവൺമെൻറ് റേറ്റ് പ്രകാരം പോകുമ്പോൾ ഇവർ ഇത് ഊബർ എന്ന പേരിൽ ഇവിടെ ഒരു കിലോമീറ്ററിന് 10 റുപ്യ ആണെങ്കിൽ അത് 2 റുപ്യ പ്രകാരം പോകുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം. ഇപ്പോൾ എയർപോർട്ടിലേക്ക് ഒരു വിളിച്ചാൽ 850 റുപ്യ 750 റുപ്യ റേറ്റ്. പക്ഷേ അവർ ആദ്യം തന്നെ നിരസിക്കും, പിന്നെ അവർ വീര്യം പിടിപ്പിച്ച് 1100 ആക്കും. ആ 1100 കിട്ടാത്തൊരു വിവരത്തിലാണ് പാർട്ടി ആ വണ്ടി വിളിച്ചു പോകും. ഇതൊക്കെ നഷ്ടം സഹിക്കുന്നത് ഞങ്ങളിവിടെ റെയിൽവേയിൽ ഇതിൻ്റെ ടാക്സ്, ഇതിൻ്റെ ഫീസ് അടച്ചും കൊണ്ട് ഒരു വർഷത്തേക്ക് അറിയാം വലിയൊരു സംഖ്യ അടച്ചും കൊണ്ടാണ് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും കൂടുതലാണ്. ഇപ്പോൾ യോഗ ഉൾപ്പെടെ ഉണ്ടെന്ന് തോന്നുന്നില്ല, നിങ്ങൾ സംയുക്ത അല്ല, ഇന്ന് കോഴിക്കോട് ടൗൺ ലോക്കലിലെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. എന്തായാലും 2-3 ദിവസം കൂടി ഒരു തീരുമാനം വരും. സംഘടന ശക്തമായിട്ട് എതിർക്കാന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. എന്തായാലും മീറ്റിംഗ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. ഈ ഒരു വിഷയത്തിൽ സംയുക്തമായിട്ടാണ് സംഘടനകളെല്ലാം നിൽക്കുന്നത്. അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയവും കൂടിയാണ്. ഭാവിയിൽ പല വിധത്തിലുള്ള ബാധ്യതകൾ ജനങ്ങളെ സംബന്ധിച്ചുണ്ടാകും എന്നുള്ള നിലപാട് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, റിപ്പോർട്ടർ, കോഴിക്കോട്.